ഈ ആരോപണ വിധേയരായിട്ടുള്ളവരിൽ ചിലരെ തന്നെയാണ് DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും പരിഗണിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. അല്ല, DCC പ്രസിഡന്റിനെ വെച്ചിട്ടില്ലല്ലോ അതുവരെ. നമ്മൾ യൂഹാഭോഗങ്ങൾ അനുസരിച്ച് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ അനാവശ്യ ചർച്ചയിലേക്ക് പോകും. DCC പ്രസിഡന്റ് ആരാണെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഹൈക്കമാൻഡിന്റെ മുമ്പിൽ എല്ലാ വിഷയങ്ങളും ഉണ്ട്. ഹൈക്കമാൻഡ് അനുയോജ്യമായിട്ടുള്ള തീരുമാനം എടുക്കും. അതിന്റെ പേരിൽ തർക്കത്തിലേക്ക് പോകണ്ട. മറ്റേ കമ്മിറ്റി കുറ്റപ്പെടുത്തിയ ആളാണോ അല്ലേ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ച് ഞാൻ റിപ്പോർട്ട് നോക്കിയിട്ടില്ല. എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. അങ്ങയുടെ വ്യക്തിപരമായ പരാജയം മാത്രമല്ല, UDFന്റെ ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നു. അവിടെ BJPയുടെ കാൻഡിഡേറ്റ് UDFന്റെ സിറ്റിംഗ് സീറ്റിൽ വിജയിക്കുന്നു. അപ്പൊ അത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നതിന്റെ ഗൗരവതരമായ പശ്ചാത്തലം ഇനി അങ്ങനെ ആവർത്തിക്കാതിരിക്കേണ്ട കാരണം അതിനൊക്കെ ഒരു ഉപസമിതി റിപ്പോർട്ട്, അതിന് നടപടി വേണ്ടതല്ലേ? അല്ല, അതിനെ കുറിച്ച് ഇപ്പൊ നടപടിയല്ല വേണ്ട. ഇനി ആ സീറ്റ് ഭാവിയിൽ തിരിച്ചു പിടിക്കാനാ നോക്കേണ്ടത്. അതിന് ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റിന്റെ പേരാണ് ഞാൻ പറഞ്ഞത്. പഴയ MP പ്രതാപൻ മത്സരിച്ചാൽ ആ സീറ്റ് അടുത്ത തവണ തിരിച്ചു പിടിക്കാൻ കഴിയും. കാരണം സുരേഷ് ഗോപിയുടെ ഇതുവരെയുള്ള MP എന്നുള്ള പെർഫോമൻസ് വളരെ മോശമാണെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. അതുകൊണ്ട് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് പ്രധാൻ നിന്ന് ആ സീറ്റ് തിരിച്ചു പിടിക്കണമെന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. തീരുമാനം എടുക്കേണ്ട പാർട്ടിയാണ്. UDFന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായ ഘട്ടത്തിൽ പോലും അങ്ങേപോലെ ഇത്രയും പ്രതാപശാലിയായ ഒരു സ്ഥാനാർത്ഥി അവിടെ ചതിക്കപ്പെട്ട് പരാജയപ്പെട്ടു എന്നാണ് ആ റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തു വരുന്നത്. അല്ല, അതിന്റെ ഏതാനും സംഭവിച്ച കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞല്ല. പിന്നെ അതിനെക്കുറിച്ചിട്ട് ചർച്ച നടത്തി ഭാവി സാധ്യതകളെ എന്തിനാ ഇല്ലാതാക്കുന്ന പാർട്ടിയുടെ? അപ്പൊ നടപടിയൊന്നും വേണ്ട എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പരാതി പറയാത്ത സാഹചര്യത്തിൽ നടപടി എനിക്ക് ആവശ്യപ്പെടേണ്ട കാര്യമല്ല. ഞാനൊരു പരാതിക്കാരനല്ല. പരാതിക്കാരനാണെങ്കിലേ നടപടി ആവശ്യപ്പെടേണ്ട ആവശ്യമുള്ളൂ. ഞാൻ പരാതിക്കാരനല്ല. എനിക്ക് ഭാവിയിൽ ആ സീറ്റ് തിരിച്ചു പിടിക്കേണ്ട കാര്യത്തിലുള്ള നിർദ്ദേശം മാത്രമാണ് ഞാൻ പറഞ്ഞത്. താങ്കളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കും. BJPക്ക് ജയിക്കാൻ ഒരു അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്ര ആളുകൾക്കെതിരെ നടപടി ആവശ്യമല്ല. അത് തീരുമാനിക്കേണ്ട പാർട്ടി നേതൃത്വമാണ്. പാർട്ടി നേതൃത്വം ഹൈക്കമാൻഡാണ് ആ കാര്യം തീരുമാനിക്കേണ്ടത്. അത് അവര് തീരുമാനിക്കട്ടെ എന്താണ് സംഭവിച്ച കാര്യങ്ങൾ എന്നൊക്കെ. ഞാൻ അതിലൊരു കക്ഷിയായിട്ട് ചേരില്ല. ഞാനായിട്ട് ഇനി ഭാവിയിൽ ഒരു പ്രശ്നവും പാർട്ടിക്ക് ഉണ്ടാക്കൂല ഈ വിഷയത്തിൽ. ഇല്ല, ഇത്തരം മാതൃകകൾ ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. അത് കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. ഇത്തരം കാര്യങ്ങൾ ഇനി വീണ്ടും തനിയാവർത്തനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു കരുതൽ പാർട്ടി നടത്തേണ്ടതല്ലേ? അങ്ങനെ അത് പാർട്ടി അക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ ഒക്കെ പാർട്ടി വേദികളുണ്ടല്ലോ. ഇപ്പൊ ഏതായാലും പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി മാസത്തിലൊരിക്കൽ ചേരണം എന്നാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് ചർച്ച ചെയ്യും പാർട്ടി ഫോറത്തിൽ. അതൊരു പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അത് അങ്ങനെയുള്ള രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പോലും പരസ്പരം വാക്കേറ്റം ഉണ്ടാകുന്നതിന് ശേഷം കൂട്ടായി അല്ല, അതില് വാക്കേറ്റൊന്നല്ല. കോൺഗ്രസ് പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ്. പാർട്ടി വേദിയിൽ വിമർശനങ്ങൾ ഉണ്ടാവും. പാർട്ടി വേദികൾ സ്തുതിക്കാനുള്ള വേദികളല്ല. പാർട്ടി വേദികളിൽ വിമർശനങ്ങൾ ഉണ്ടാവും. ആ വിമർശനങ്ങൾ പാർട്ടിയുടെ നയങ്ങളിൽ മാറ്റം വരുത്തേണ്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ സ്തുതിവചനങ്ങൾ മാത്രമല്ല, വിമർശനവും ഉണ്ടാവും. അതിൽ കൂടുതലായിട്ട് ഒന്നും കഴിഞ്ഞ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉണ്ടായിട്ടില്ല.